ഇനി വീട്ടിലെ കപ്പ പുഴുങ്ങും കോഴിക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് 2 കഷ്ണം കപ്പയും എടുക്കുക, നല്ല വെന്ത കപ്പ 2 കഷ്ണം ഉടച്ചിങ്ങെടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ കോഴി കറിയാക്കിയതിന് ശേഷമുള്ള അതിൻ്റെ 2 എല്ലില്ലാത്ത ഇറച്ചിയും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. കുറച്ച് കോൺഫ്ലവറും, ഉപ്പ് കുറവുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൗഡർ കുറച്ചിടുക. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് ഉരുട്ടിയിട്ട് നല്ലപോലെ തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ടൊരു കട്ടൻ കാപ്പിയും കൂടെ വെച്ചിട്ട് അതിൻ്റെ കൂടെ അങ്ങ് ഇതിങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊരു വടകൊക്കെ ഉണ്ടാക്കി തിന്നുന്നൊരു ഫീല് കിട്ടും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ നല്ല വെന്ത കപ്പ തന്നെ എന്നാലേ നമ്മൾ വിചാരിച്ചെടുത്ത് പിടിച്ചുരുട്ടാം. നല്ല നമ്മൾ കുത്തിപ്പുഴുങ്ങുന്ന കപ്പയായാലും കുഴപ്പമില്ല, വലുതാക്കി പുഴുങ്ങുന്നതായാലും കുഴപ്പമില്ല, എന്തായാലും നല്ല ഉരുട്ടിയെടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് വല്ല ഫ്ലവറൊക്കെ ചേർക്കണമെങ്കിൽ വെളുത്തുള്ളി ചതച്ചൊക്കെ ചേർക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്കും കമൻറ്റും ഒക്കെ എല്ലാവരും തരണേ. താങ്ക്